വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 18. അക്കാലത്ത് പീലാത്തോസ് വീണ്ടും പ്രിത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ ചെസ് ബോർഡ് കണ്ടിട്ടുണ്ടല്ലോ. 64 കളങ്ങളുള്ള വെള്ളയും കറുപ്പും ഇടകലർന്ന ഒരു ചെസ് ബോർഡ്. കാലാൾപ്പടയും കുതിരയും ആനയും തേരിനും മന്ത്രിക്കും ഒക്കെ നടുവിൽ ഒരു രാജാവുണ്ട്. അതിൽ ചുറ്റുമുള്ളവരുടെ ഏക ജോലി ആ രാജാവിനെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. ചെസ് കളിച്ചിട്ടുള്ളവർക്കറിയാം, രാജാവ് മരിക്കുന്നിടത്ത് ആ കളി തീരുകയാണ്. എന്നാൽ വേദപുസ്തകം ഒരു രാജാവിനെ നമുക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു രാജാവ്. അവന് ചുറ്റിലും ധാരാളം ആളുകളുണ്ടായിരുന്നു. വിധവകളും രോഗികളും അനാഥരും ആലംബമില്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര്. അവനുവേണ്ടി അവർക്കാർക്കും പക്ഷെ മരിക്കേണ്ടി വന്നില്ല. പക്ഷെ ആ രാജാവ് മരിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട്. ആ മരണം അവൻ്റെ രാജ്യത്തിൻ്റെ തുടക്കമായിരുന്നു. ജനിക്കാൻ പോലും ഇടമില്ലാതിരുന്ന ഒരാൾ ആ രാജസിംഹാസനത്തിൽ, ഇളക്കം തട്ടാത്ത ആ രാജസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചിട്ട് ഒരുപാട് നാളായി. കുറ്റം വിധിക്കാത്ത രാജാവാണ്. വാളെടുത്തവനെ കൊണ്ട് തന്നെ അത് തിരിച്ച് ഉറയിലിടിച്ച രാജാവ്. ഒറ്റുകാരനൊക്കെ ചേർത്ത് പിടിച്ച് ഭക്ഷണം നൽകിയ രാജാവാണ് അവൻ. കുറ്റം വിധിച്ച നാവുകൾ തന്നെ അവൻ ആർത്തുപാടി. തോറ്റുകൊടുത്ത് ജയിക്കാൻ നമ്മെ പഠിപ്പിച്ച ഒരു രാജാവ്. ഹൃദയങ്ങളുടെ രാജാവാണ് എൻ്റെ ക്രിസ്തു. ചെറുതായി ഒരുപാട് വലുതായ ഒരു രാജാവ്. ചെറുതാവാൻ വലിയ കഷ്ടപ്പാണ്. മനുഷ്യരായി നമുക്കൊക്കെ അതറിയാവുന്നതാണ്. കുരിശിൽ നഗ്നനായി അവൻ ചെറുതായി. പരിഹാസത്തോടെ ഇടനെഞ്ചിൽ കുത്തിയപ്പോൾ അവൻ ചെറുതായി. അങ്ങനെ ചെറുതായി ഒരു ചെറു അപ്പത്തോളം അവൻ ചെറുതായിട്ടുണ്ട്. ചെറുതായി ഒരുപാട് വലിയ ആളായ എൻ്റെ രാജാവാണ് എൻ്റെ ക്രിസ്തു. ഈ ക്രിസ്തു രാജൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുദിനവും